എന്റെ മോളെ നിനക്കൊരു മാറ്റമില്ലെന്ന് ഇപ്പൊ അമ്മ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്റെ പൊന്നു മഞ്ജു, അവൾ ഒരു പാമ്പാണ്. കൊടും വിഷമുള്ളൊരു പാമ്പ്. അതെ, ഞാൻ സാഗറിനെ എന്തിനാണ് ഫിനാൻസിയേഴ്സിലേക്ക് കയറ്റിവിട്ടെന്ന് ഉണ്ണിയോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ സാഗറിന്റെ പദ്ധതി പൊളിഞ്ഞപ്പോ അവൻ തനി നിറം കാട്ടി. അവൻ 2 തല്ലു കൊണ്ടപ്പോ സത്യങ്ങളെല്ലാം അങ്ങ് വിളിച്ചു പറഞ്ഞു. അതോടെ എന്നെ തകർക്കണമെന്ന് ആ മഹാലക്ഷ്മിക്ക് വാശിയായി. എന്റെ മഞ്ജു, അതുകൊണ്ട് അവള് ആ കള്ളകഥ മെനഞ്ഞെടുത്ത്. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നേ. എടി, നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലേ മഞ്ജു, ഈ മഹാലക്ഷ്മി ഒരു പ്രേമരോഗിയാണെന്ന്. എന്റെ പല ഫ്രണ്ട്സിനെ അവള് വളച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്കറിയാവുന്ന അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവൾ ഒരു മുഴം മുമ്പേ അറിഞ്ഞത്. ഇനിയിപ്പൊ കല്യാണത്തിന് കണ്ണേട്ടന്റെ സഹായം ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. അതുപോലെ തന്നെ മിക്കവാറും അവൻ എന്നെ ജോലിന്ന് പിരിച്ചുവിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാ നമ്മൾ എങ്ങനെ ജീവിക്കും മേഘേട്ടാ? കണ്ണൻ രണ്ടും കൽപ്പിച്ചിട്ടാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് മഞ്ജു. പിന്നെ കണ്ണൻ ഇനി ഒരു കാരണവശാലും ഉയർത്തെഴുന്നേക്കരുത്. അവന്റെ ശരീരത്തില് ആയുർവേദ മരുന്നുകൾ പിടിക്കരുത്. അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തോമസ് വൈദ്യന്റെ മരുന്നിന് എത്ര വീര്യമുള്ളതായാലും അത് കണ്ണേട്ടന്റെ ശരീരത്തിൽ പിടിക്കാൻ പോകുന്നില്ല. അയാള് വീൽ ചെയറിൽ തന്നെ സഞ്ചരിക്കും, അയാളുടെ മരണം വരെ. ശരി, പഴയ മരുന്ന് തന്നെ. അവന് കൊടുക്കുന്ന മരുന്നിനൊരു മറുമരുന്ന്. ഇതകത്തോട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നും ഫലിക്കാൻ പോകുന്നില്ല. അവിടെ ഏത് തോമസ് വൈദ്യനും പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് അവളും മരുന്ന് കലക്കി വെക്കുമ്പോ അതിലേക്ക് ഇത് ധൈര്യമായിട്ടങ്ങ് ചേർത്തോ. അതോടെ കുറച്ച് കഴിയുമ്പോ അവനും അവളൊക്കെ ചികിത്സ നിർത്തി നിരാശയോടെ ജീവിച്ചോളും. പിടിക്ക്. നിരാശ കൂടിക്കൂടി അവൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. അതൊക്കെ ഉണ്ടാകും ദുർഗേ. ഒരുപാട് കാലമൊന്നും അവൾക്ക് അവനൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു വരുമ്പോ ആദ്യമൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ അടങ്ങോതിങ്ങി നിൽക്കില്ലേ? പിന്നല്ലേ പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ജീവിച്ചവർക്ക് ഇതുപോലെ കൊട്ടാരം പോലത്തെ ഒരു വീട്ടിലേക്ക് കയറി വരാൻ പറ്റിയില്ലേ? അവളിപ്പ കമ്പനിയിലെ ജോലിക്കാരിയുമായി. അതൊക്കെ അവൾ ആസ്വദിക്കുക. എന്നാൽ ഇതൊന്നുമല്ല ജീവിതമെന്ന് അവൾ മനസ്സിലാക്കുമ്പോ അവള് താനെ ഒഴിഞ്ഞു പൊയ്ക്കോളും. അവളുടെ ഇപ്പോഴത്തെ പത്രാസും കോപ്പുമൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അമ്മവാ. മോള് വിഷമിക്കണ്ട മോളെ. നീയും മേഘനും അതുപോലെ ഉണ്ണിയും കരുണയും ഒക്കെ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടും. ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മഹാലക്ഷ്മിയുടെ മോഹങ്ങളാണ് വീണുടയാൻ പോകുന്നത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.